നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സാമ്പാർ പൊടിയാണ്. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് നല്ലൊരു സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ സാമ്പാർ പൊടി എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതൊരു കായമാണ്, ഒരു കട്ടക്കായ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് വടപ്പരിപ്പ്, നമ്മൾ പരിപ്പോടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പരിപ്പ്. പിന്നെ മല്ലി, ഇത് നമ്മുടെ തുമരപ്പരിപ്പാണ്. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്ന്, നമ്മുടെ മട്ടയരി കുത്തരി, ഒരു സ്പൂണ് കുരുമുളക്, ഒരു സ്പൂണ് ചെറിയ ജീരകം, പിന്നെ വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ സാമ്പാർ പൊടിക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വടപ്പരിപ്പം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് സാമ്പാർ പരിപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഉഴുന്നൂടെ ചേർത്ത് കൊടുക്കും. കരിഞ്ഞു പോകാതെ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചെറിയ തീ വേണം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അരി, ഒരു 1.5 സ്പൂണോളം ഉണ്ട്, അതുപോലെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ റോസ്റ്റാക്കാം. അപ്പോൾ ഇത് പരിപ്പൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മല്ലിയുടെ ചേർത്ത് കൊടുക്കാം. മല്ലി, ഒരു സ്പൂണ് അളവിൽ കുരുമുളക്, ഒരു സ്പൂണ് ചെറിയ ജീരകം. ഇതെല്ലാം കൂടെ റോസ്റ്റാക്കണം. മല്ലിയൊക്കെ പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. നമ്മളൊരു 1/2 സ്പൂണ് ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ പറയാൻ വിട്ടുപോയാണ്. ഇതിലേക്ക് ഇനി വറ്റൽമുളകും കറിവേപ്പിലയും നല്ലപോലെ മൊത്തത്തിലെല്ലാം കൂടെ റോസ്റ്റാക്കി കറിവേപ്പില. എന്നിട്ട് കായ നമ്മൾ ലാസ്റ്റിൽ നമുക്ക് വറുത്ത് ചേർക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് കായം ലാസ്റ്റിൽ നമുക്ക് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ നമ്മുടെ ഈ വറ്റൽമുളകും കറിവേപ്പില എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റിയേക്കാം. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് കായം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ കട്ടക്കായ അങ്ങോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണയിലാകുമ്പോൾ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാം. അപ്പോൾ നമ്മുടെ കായം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കട്ടക്കായ അല്ലെങ്കിൽ നമുക്ക് കായപ്പൊടിയായാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ നല്ലപോലെ നമുക്കൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാർ പൊടിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് വീട്ടിൽ റെഡിയാക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.